Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലം കപ്പ് കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് ആണിത്. ഇത് നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ അതുപോലെ കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയും ശർക്കര പാനിയും ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 250 ml മെഷറിംഗ് കപ്പിലാണ് ഇത് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെഷറിംഗ് കപ്പ് വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി മെഷർ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 2 നുള്ളു ഉപ്പും അതുപോലെ 2 നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മളൊരു 2 നുള്ളു സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. സ്പൈസസ് ചേർക്കുമ്പോൾ കപ്പ് കേക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നമുക്കിനി ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ഈ സ്പൈസസും ഒക്കെ ഈവനായിട്ട് ഈ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തണം. ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കാം. ഈ ഒരു പ്ലം കപ്പ് കേക്കിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. പകരം നല്ല ഡാർക്ക് ആയിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു 3 ബ്ലോക്ക് ശർക്കര എടുക്കാം. ഏകദേശം ഒരു 150 മുതൽ 200 ഗ്രാം വരെ ഉണ്ടാകും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ശർക്കര പാനിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര ഞാനിവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ സോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്. സോക്ക് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കാൻഡീഡ് പീൽ, മിക്സ്ഡ് കാൻഡീഡ് പീലാണ് എടുത്തിട്ടുള്ളത്. കാൻഡീഡ് പീലിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കുറച്ച് ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വരെ നിങ്ങൾക്ക് എടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിഞ്ഞ് താഴെ പോവാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ഈവനായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കപ്പ് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഉപ്പുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. ആദ്യം 1 മുട്ട ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ മുട്ട ചേർക്കാം. മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പോളം തൈര് ചേർത്താലും മതിയാവും. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റോ വാനില എസൻസോ ചേർക്കാം. അധികം ചേർക്കേണ്ട. നമ്മളിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്തുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. അതുപോലെ ശർക്കര പാനിയും ചേർക്കാം. ഇനി ശർക്കര പാനി നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ചായതുകൊണ്ടാണ് ഇതുപോലെ പിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് എല്ലാം സ്മൂത്തായിട്ട് വരും. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി, ഓവർ മിക്സിങ് ചെയ്യേണ്ട. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഈവനായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലം കപ്പ് കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കപ്പ് കേക്ക് കേസിലേക്ക് പകർത്താം. കപ്പ് കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഇതുപോലത്തെ കുറച്ച് പേപ്പർ കപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒരു 3/4 വരെ ഫില്ല് ചെയ്യാം. എല്ലാം കപ്പ് കേക്ക് കേസിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ക്യാഷ് കൂടി സെന്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കപ്പ് കേക്കും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം 9 പ്ലം കപ്പ് കേക്ക്സ് ആയിരിക്കും കിട്ടുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കാഷ്യൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് ഈ ഒരു പ്ലം കേക്ക് ഓവനിൽ മാത്രമല്ല നമുക്ക് ഓവൻ ഇല്ലാതെയും തയ്യാറാക്കാം. ഓവൻ ഇല്ലാതെ തയ്യാറാക്കിയിട്ടുള്ള കുക്കീസിന്റെയും അതുപോലെ കേക്കിന്റെ ഒക്കെ റെസിപ്പീസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു. പ്ലം കപ്പ് കേക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ആ ഒരു എഡ്ജസ് എല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കേസിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ള പ്ലം കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾവശം കാണാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈവൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല സ്പഞ്ചി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. Thank you for watching.